ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ടോപ്പ് ചെയ്താലോ? ഇത് നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ലീവ് ഒക്കെ ആയിട്ട് ഷട്ടർ രൂപത്തിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇത്. നമ്മളൊരു ന്യൂ ബോർണിനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ബട്ടൺസൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവർക്ക് വെയർ ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാൻ 4 ബേബി സോഫ്റ്റ് യാണും അതുപോലെ 2.5 mm ഓഫ്സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് 4 സ്റ്റിച്ച് മാർക്കേഴ്സാണ്. അതിൻ്റെ നമുക്ക് മെഷർമെൻറ്റ് നോക്കാം. ന്യൂ ബോൺസിനാണെങ്കിൽ നമുക്ക് 66 ചെയിൻ സ്റ്റിച്ചാണ് എടുക്കേണ്ടത്. അതിനെ നമ്മൾ 5 പാർട്ടാക്കണം. അതിൽ 20 ബാക്ക്, 11 സ്ലീവിന് പോവും. പിന്നെ 2 ഫ്രണ്ടിലേക്ക് വരുന്നത് 9 ആണ്. അപ്പോൾ നമ്മൾ 66 ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ ചെസ്റ്റ് വരുന്നത് 7 ഇഞ്ചസാണ്. അതുപോലെ ലെങ്ത്ത് 8 ഇഞ്ചസാണ് ന്യൂ ബോൺ സൈസിന് വരിക. പിന്നെ 3 to 6 മന്ത്സിൻ്റെ 72 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതിൽ 22 ബാക്കും 12 സ്ലീവ് വരും. 10 നമ്മൾ ഫ്രണ്ട് പോർഷൻ വരും. ചെസ്റ്റ് വരുന്നത് 8 ഇഞ്ചസാണ്. അതുപോലെ ലെങ്ത്ത് വരുന്നത് 9 ഇഞ്ചസാണ്. പിന്നെ അത് 6 to 1 year വരെയുള്ള ബേബീസിന് 78 ചെയിൻ സ്റ്റിച്ച് എടുക്കാം. അത് നമ്മൾ 24 ബാക്കിൽ പോവും. 13 സ്ലീവ്, 11 നമുക്ക് ഫ്രണ്ട് പോർഷൻ വരും. അതിൽ ചെസ്റ്റ് വരുന്നത് 10 ഇഞ്ചസാണ്. ലെങ്ത്ത് വരുന്നത് 12 ഇഞ്ചസാണ്. ഇനി 1 to 2 years വരെ 84 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ബാക്ക് 26, 14 സ്ലീവ്, 12 ഫ്രണ്ട് പോർഷൻ വരും. ചെസ്റ്റിന് മെഷർമെൻറ്റ് വരുന്നത് 12 ഇഞ്ചാണ്. ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. ഇനി 2 to 4 years വരെ നമുക്ക് 90 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് 28 വരും. 15 നമ്മൾ സ്ലീവ് വരും. 13 നമുക്ക് ഫ്രണ്ട് പോർഷൻ വരും. അതിന് ചെസ്റ്റ് വരുന്നത് 14 ഇഞ്ചസാണ്. ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ചസാണ്. അപ്പോൾ നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ ഈ ഇത്രയും മെഷർമെൻറ്റ് വാങ്ങിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റിൽ കിട്ടും. പിന്നെ നമുക്ക് ഓരോ സൈസിനനുസരിച്ച് ഇപ്പോൾ 4 വയസ്സ് വരെ ആകുമ്പോൾ നമ്മൾ ഈ 90 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തത്. അപ്പോൾ അതിലും ലെങ്ത്ത് കൂടുമ്പോൾ നമുക്ക് 6 ചെയിൻ സ്റ്റിച്ച് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. 5 വയസ്സാകുമ്പോൾ ഇതിലേക്ക് 6 സ്റ്റിച്ച് കൂട്ടുക. പിന്നെ ലെങ്ത്ത് എപ്പോഴും നമുക്ക് ഡിഫറെൻ്റ് ആവും കേട്ടോ. ലെങ്ത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഏകദേശം നമുക്ക് മെഷർമെൻറ്റ് ബേബീസിൻ്റെ കിട്ടുകയാണെങ്കിൽ അത് വെച്ച് ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് ആവുക കേട്ടോ. ഇപ്പോൾ 4 വയസ്സ് വരെ നമ്മൾ 90 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി അതിലും കൂടുതൽ ചെയ്യണമെങ്കിൽ ഒരു 5 വയസ്സായ കുട്ടിക്കാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് +6 ചെയിൻ സ്റ്റിച്ച് കൂട്ടി കൊടുക്കുക. അപ്പോൾ 96. അങ്ങനെ നമ്മൾ മെഷർമെൻറ്റ് ആഡ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് നോട്ട് ഒന്ന് വലിച്ച് ചെറുതാക്കാം. അപ്പോൾ നമുക്കിവിടെ 66 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ നമുക്ക് 66 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ 66 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യാം. 1 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക. ഈ 3 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടി. 1 2 3 4 5 6 7 8 9. നമ്മൾ 9 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. നമ്മളിവിടെ 10ാമത്തെ ചെയിനിൽ നമ്മൾ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ 10ാമത്തെ ചെയിനിൽ 1 ചെയ്തു. സെയിം തന്നെ സെക്കൻഡ് ചെയ്യുക. സെയിം സ്റ്റിച്ച് തന്നെ 3rd ചെയ്യുക. നമ്മൾ കോർണർ ടേൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചെയിനിൽ തന്നെ നമ്മൾ 3
ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇവിടുന്ന് 1 2 3 3 ചെയ്തു. ഇനി നമ്മൾ ആ സെക്കൻഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇത് ഇവിടെ ഇത് ഫസ്റ്റ് വൺ, ഇത് സെക്കൻഡ് വൺ, ഇത് തേർഡ് വൺ. അപ്പോൾ സെക്കൻഡ് വണ്ണിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഓക്കെ, സെക്കൻഡ് വണ്ണിൽ നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. ഇനി നമ്മൾ അടുത്ത ഇപ്പോൾ 10 ചെയിനിലാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തത്. ഇനി അടുത്ത 11 ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 10 11 11 ചെയിനിലും നമ്മൾ ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ 12ാമത്തെ ചെയിനിൽ ഇവിടെ ചെയ്ത പോലെ തന്നെ ഒരു ചെയിനിൽ തന്നെ 3 സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. 3 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിനിൽ ഫസ്റ്റ് ചെയ്തു, ആ സെയിം ചെയിനിൽ തന്നെ സെക്കൻഡും ചെയ്യുക, സെയിം ചെയിനിൽ തന്നെ തേർഡ് വണ്ണും ചെയ്യുക. അങ്ങനെ അവിടെ നമ്മൾ 3 ഈ ഒരു സെയിം ചെയിനിൽ 3 1 2 3 3 സ്റ്റിച്ചസ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് വണ്ണിൽ, ഫസ്റ്റിൽ അല്ല സെക്കൻഡ് വണ്ണിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് 20 ചെയിനിൽ നമ്മൾ ഇനി 20 ചെയിനിലാണ്. അപ്പോൾ നമ്മളിവിടെ 9 ചെയിനിൽ ചെയ്തു, 10ാമത്തെ ചെയിനിൽ നമ്മൾ 3 ഇൻക്രീസിങ് ചെയ്തു. വീണ്ടും നമ്മൾ 11 ചെയിൻ ചെയ്തു, 12ാമത്തെ ചെയിനിൽ 3 ഇൻക്രീസിങ് ചെയ്തു, 3 സ്റ്റിച്ചസ് ചെയ്തു. ഇനി നമുക്ക് ഇവിടുന്ന് 20 ചെയിനിലും ഓരോ ഹാഫ് ഡീസ് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 7 8 9 അങ്ങനെ നമ്മൾ 20 ചെയിനിലും ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ 20 ചെയിനിലും ഓരോ ഹാഫ് ഡീസി ചെയ്തു. ഇനി നമുക്ക് ഇത് അടുത്ത ചെയിനിൽ 3 ഹാഫ് ഡീസി ചെയ്ത് കൊടുക്കാം. ആ കോർണർ ടേൺ ആവാൻ വേണ്ടിയിട്ട് 1 സെയിം തന്നെ ഒന്നും കൂടി ചെയ്യുക, 2 സെയിം ചെയിനിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക. അങ്ങനെ ആ ഒരു ചെയിനിൽ നമ്മൾ 3 ഹാഫ് ഡീസി ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ഹാഫ് ഡീസിയിൽ ഇവിടെ ചെയ്ത 3 ഹാഫ് ഡീസിൻ്റെ സെക്കൻഡ് ഹാഫ് ഡീസിയിൽ നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ഇവിടുന്ന് നമുക്ക് 11 ചെയിനിലും ഓരോ ഹാഫ് ഡീസി ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 11 ചെയിനിലും നമ്മൾ ഓരോ ഹാഫ് ഡീസി ചെയ്തു. ഇനി നമുക്ക് 12ാമത്തെ ചെയിനിൽ 3 ഹാഫ് ഡീസി ചെയ്ത് കൊടുക്കാം. 1 2 3 ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി ഇവിടെ നമുക്ക് 9 സ്റ്റിച്ചസ് ഉണ്ടാവും. ആ 9 സ്റ്റിച്ചസിലും നമുക്ക് ഓരോ ഹാഫ് ഡീസി വീതം ചെയ്ത് കൊടുക്കാം. 1 2 3 4
5 6 9 സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഹാഫ് ഡി സി വീതം ചെയ്തു. ഇനി ചെയിൻ 2 ചെയ്യുക. നമ്മൾ വർക്ക് ടേൺ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഈ റൗണ്ട് തൊട്ടിട്ട് നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ചെയിൻ 2 ചെയ്യുക. അതിനുശേഷം ഈ ഭാഗം വരുന്നത് ഫ്രണ്ട് ലൂപ്പും ഈ ഭാഗം ബാക്കിൽ വരുന്നത് ബാക്ക് ലൂപ്പും ആണ്. അപ്പോൾ യാൺ ഓവർ ചെയ്യുക. നമുക്ക് ഇതാ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൽ ഫ്രണ്ട് ലൂപ്പ് ബാക്ക് ലൂപ്പ് ഇങ്ങനെ നോക്കിയിട്ട് ഈ ബാക്ക് ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഇനി അടുത്ത ചെയിനിലും ഇനിയുള്ള റൗണ്ടിൽ മുഴുവൻ നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പിൽ യൂസ് ചെയ്തിട്ട് ഓരോ ഹാഫ് ഡി സി വീതം ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ അതിനാണ് നമ്മൾ കൗണ്ട് ഒന്നും ചെയ്യണ്ട. സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുന്നത് അതിനാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ സ്റ്റിച്ച് മാർക്കേഴ്സോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ വേറെ കളർ യാണ് വെച്ചിട്ട് ആ ഒരു പോർഷന് നിങ്ങൾ ഒരു കെട്ടിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റിച്ചസ് ഒക്കെ കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അവിടെ നമുക്ക് വീണ്ടും ഒരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 3 ഹാഫ് ഡി സി ചെയ്യുക. 1 2 3 3 ഹാഫ് ഡി സി ചെയ്യുക. എന്നിട്ട് വീണ്ടും ആ സെക്കൻഡ് വണ്ണിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സെക്കൻഡ് വണ്ണിൽ തന്നെ സ്റ്റിച്ച് മാർക്കർ വെക്കണേ. ഇനി വീണ്ടും നമുക്ക് ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യേണ്ടത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അടുത്ത സ്റ്റിച്ച് മാർക്കറിൽ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു ചെയിനിൽ നമ്മൾ 3 ഹാഫ് ഡി സി ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു റൗണ്ട് മുഴുവനും ചെയ്യുന്നത്. കൗണ്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. ആ ഒരു സ്റ്റിച്ച് മാർക്കറിൽ എത്തുമ്പോൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണേ. പിന്നെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതെ നോർമലായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു പാറ്റേൺ പോലെ ഇങ്ങനെ കിട്ടും, നല്ലൊരു ഡിസൈൻ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നോർമലായിട്ട് പ്ലെയിൻ ആയിട്ടാണ് കിടക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് 3 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. 1 2 ഇനി നിങ്ങൾക്ക് സെക്കൻഡ് വൺ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ 2 എണ്ണം ചെയ്തിട്ട് അപ്പം തന്നെ സ്റ്റിച്ച് മാർക്കർ വെക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ചെയ്യാം. മറന്നു പോകരുത് 3 എണ്ണം ചെയ്യാൻ. അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റ് സെൻറ്ററൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. വീണ്ടും നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ നമുക്ക് വീണ്ടും 3 ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് 3 എണ്ണം ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് വണ്ണിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അങ്ങനെ ഇവിടെ വരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിങ്ങനെ കോർണറിൽ 3 ഹാഫ് ഡി സി ചെയ്തു. ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് കിട്ടുക. അത് നമ്മൾ ബാക്ക് സൈഡാണ്. ഇതിങ്ങനെ നമ്മൾ സ്ലീവാണ് വരുന്നത്. ഇത് നമ്മളെ ഫ്രണ്ട് പോർഷനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. വീണ്ടും നമുക്ക് ചെയിൻ 2 ചെയ്യുക. വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ നല്ല ഭാഗത്താണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ ബാക്ക് സൈഡിലാണ്. ഇപ്പോഴും നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഇനി നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഏത് ഒരു മെഷർമെൻറ്റ് എടുത്തിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. വലിയ ആൾക്കാണെങ്കിലോ ഒക്കെ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റാർട്ടിങ്ങിൽ എടുക്കുന്ന ചെയിൻ സ്റ്റിച്ച് മാത്രം നമുക്ക് ചേഞ്ച് വരുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സെയിമാണ്. പാറ്റേൺസൊക്കെ നമ്മൾ ചെയ്യുന്നത്.
നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക് 3 ഹാഫ് ഡി സി ചെയ്യുക. ബാക്ക് ലൂപ്പ് തന്നെ യൂസ് ചെയ്യണേ. 1 2 രണ്ടെണ്ണം ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇനി സെൻറ്ററിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ 3 എണ്ണം ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് വണ്ണിൽ സ്റ്റിച്ച് മാർക്കർ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്ന് ചെയ്യുക. ഇവിടുന്ന് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് അവിടുന്ന് 3 ഹാഫ് ഡി സി ചെയ്യുക. സെക്കൻഡ് വണ്ണിൽ സ്റ്റിച്ച് മാർക്കർ വെക്കുക. സെയിം പാറ്റേൺ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഇത് നമുക്കിപ്പോൾ 3rd റൗണ്ടാണ് ആയത്. നമുക്ക് എത്രയാണോ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് അത് എത്തുന്നവരെ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ലോങ് വീഡിയോ ആവുന്നതുകൊണ്ട് ഇനി കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സ്റ്റിച്ച് മാർക്കർ വെക്കുക. സ്റ്റിച്ച് മാർക്കറിൽ മാത്രം നമ്മൾ 3 ഹാഫ് ഡി സി ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ സെക്കൻഡ് വണ്ണിൽ വെച്ച് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. വീണ്ടും ഇങ്ങനെ ചെയ്ത് നമുക്കിങ്ങനെ മടക്കി വെച്ചിട്ട് എത്രയാണോ നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വേണ്ടത് അത് എത്തുന്നവരെ നമുക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ വിചാരിക്കുന്ന ഒരു 5-6 റൗണ്ട് കൂടി. ഇപ്പോൾ നമ്മൾ 3 റൗണ്ട് ആയിട്ടുള്ളൂ. ചിലപ്പോൾ ഒരു 6 റൗണ്ടും കൂടി ടോട്ടൽ 10 റൗണ്ടൊക്കെ ചെയ്യുമ്പോഴാവും നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ് കിട്ടുക. നോക്കുക എത്ര ചെയ്യുമ്പോഴാണ് കിട്ടുന്നതെന്ന്. അതിനെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ കുറച്ച് റൗണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 1 2 3 4 റൗണ്ട് കൗണ്ട് ചെയ്യണ്ട. നിങ്ങളിങ്ങനെ മടക്കി വെക്കുക. മടക്കി വെച്ചതിന് ശേഷം ഇത് നമ്മൾ ആം ഹോളാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഇത് ബാക്ക് സൈഡ്, ഇത് 2 സ്ലീവ് ഇങ്ങനെ മടക്കണം കേട്ടോ. കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് മടക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കൊന്ന് മെഷർമെൻറ്റ് ചെയ്യാം. മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് വേണ്ടത് അത്ര റൗണ്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കൊരു 7 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 6 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത റൗണ്ട് കൂടി ചെയ്യുമ്പോൾ ഈ ഒരു ആം ഹോൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ 7 ഇഞ്ച് കിട്ടും. നമ്മൾ ന്യൂ ബോൺ സൈസാണ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് 7 ഇഞ്ച് മതി. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ പിന്നെ മെഷർമെൻറ്റ് ഈ ഒരു റോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയതിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം ഈ ഒരു റൗണ്ട് ചെയ്യുക. ചെയിൻ 2 ചെയ്യാം. വർക്ക് ടേൺ ചെയ്യാം. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഈ ഒരു സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഫസ്റ്റ് സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഇത് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഇങ്ങനെ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇതിലും നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യുക. അതിന് ശേഷം ചെയിൻ 3 ചെയ്ത് കൊടുക്കുക. 1 2 3 ചെയിൻ 3 ചെയ്തിട്ട് നമ്മൾ ഇത്രയും ഭാഗം അടുത്തൊരു സ്റ്റിച്ച് മാർക്കറിൻ്റെ ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം നമ്മൾ സ്ലീവിനായിട്ട് വിടുകയാണ്. അതിന് ശേഷം അടുത്ത സ്റ്റിച്ച് മാർക്കറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോവർ ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് ഡി സിയും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ സ്ലീവ് ഇവിടെ ഉണ്ടോ അറ്റാച്ചായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റ് നോക്കണമെങ്കിൽ നോക്കാം. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സ്ലീവിൻ്റെ മെഷർമെൻറ്റ് ഇവിടുന്ന് 3 ഇഞ്ചാണ് കേട്ടോ ഉള്ളത്. റൗണ്ടിൽ വരുമ്പോൾ 6 ഇഞ്ച് 6.25 ഇഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് മെഷർമെൻറ്റ് വേണ്ടത്, സ്ലീവിൻ്റെ മെഷർമെൻറ്റ് വേണ്ടതെന്ന് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഓരോ ചെയിനിലും ഇവിടെ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്ത് കൊടുക്കുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്തു. ഇനി ഈ ഒരു 3rd സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്ക്
ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. ഒരു ഹാഫ് ഡി സി ചെയ്യുക. നേരത്തെ ചെയ്തത് പോലെ തന്നെ ചെയിൻ 3 ചെയ്യുക. ചെയിൻ 3ഓ 4ഓ 5ഓ എത്രയാണോ നമ്മളിവിടെ ചെയ്തത് അത്രയും ചെയിൻ ഇവിടെ ചെയ്ത് കൊടുക്കുക. നമ്മൾ 3 ചെയിനാണ് ചെയ്തത്. ഈ 3 ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ 4ാമത്തെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ ഒരു 4ാമത്തെ സ്റ്റിച്ച് മാർക്കറിൽ ആ വെച്ച അതിൽ നമുക്കൊരു ഹാഫ് ഡി സി കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം ഇതാണ്ടോ അടുത്ത സ്ലീവ് കിട്ടി. ഇവിടെയോ നമുക്കൊരു സ്ലീവ് കിട്ടി, ഈ ഒരു ഭാഗത്ത് സ്ലീവ് കിട്ടി. ഇനി നമ്മൾ ഇവിടുന്ന് ഈ ഒരു ലാസ്റ്റ് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്യുക. ആണോ ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു ലാസ്റ്റ് എത്തുന്ന വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ളത് ലാസ്റ്റ് ചെയിനിൽ വരെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ഈ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ചെയ്യുന്നുണ്ടോയെന്ന്. അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് നമുക്ക് ഈ ഒരു ഭാഗം വൃത്തിയിൽ കിട്ടൂല. അപ്പോൾ നമ്മളിങ്ങനെ മടക്കി വെച്ച് കുറച്ച് ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കിങ്ങനെ മടക്കി വെച്ച് നോക്കാം. കണ്ടോ, അപ്പോൾ നമുക്ക് 2 സ്ലീവ് കിട്ടിയിട്ടുണ്ട്. 2 ഭാഗത്ത് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. നമ്മളെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി നമുക്ക് മെഷർമെൻറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു സ്ലീവ് ഇവിടുന്ന് ഇട്ടിട്ട് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് എനിക്ക് 7 ഇഞ്ച് കിട്ടി. കണ്ടോ, ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ 10 ഇഞ്ചാണെങ്കിൽ 10 ഇഞ്ചാണെങ്കിൽ നിങ്ങൾ 9 ഇഞ്ച് ചെയ്യുക. പിന്നെ സെക്കൻഡ് റൗണ്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് 10 ഇഞ്ച് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ആം ഹോൾ ജോയിൻ ചെയ്യുക കേട്ടോ. നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ലാസ്റ്റ് ആം ഹോൾ ജോയിൻ ചെയ്തില്ലേ, ഈ ഒരു സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. അതിന് മുന്നേ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മെഷർമെൻറ്റ് ഇനി നമുക്ക് താഴോട്ടേക്ക് കിട്ടുള്ളൂ. ഈ ഒരു 7 ഇഞ്ച് ഇനി നമ്മൾ എത്ര താഴത്തേക്ക് ചെയ്യുമ്പോഴും ആ ഒരു 7 ഇഞ്ചേ കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ആം ഹോൾ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നമുക്ക് എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്യുക കേട്ടോ. ഇനി ഒന്നും ശ്രദ്ധിക്കാനില്ല. ഇവിടെ എത്തുമ്പോൾ ഈ ഒരു 3 ചെയിനിലും ഓരോ ഹാഫ് ഡി സി ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ മുഴുവൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ വരെ എത്തുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ എത്ര റൗണ്ട് ചെയ്തെന്നൊന്നും നിങ്ങൾ കൗണ്ട് ചെയ്യണ്ട. എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന യാണും നമ്മൾ എടുക്കുന്ന ഹുക്കും അത് രണ്ടും ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മളിപ്പം 4 പ്ലേ ആണെന്നാണെങ്കിലും ചില 3 ഫൈന് 4 ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിക്കുള്ള യാണ് ഉണ്ടാവും. പ്ലേ നോക്കുമ്പോൾ നമുക്ക് 4 പ്ലേ തന്നെ ആവും. അപ്പം അതിൻ്റെ തിക്നെസ്സിനും ഡിഫറൻസ് വരും. പിന്നെ കോട്ടൺ യാണ് അക്രിലിക് യാണൊക്കെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇതിന് സൈസിനും ഡിഫറെൻ്റ് ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക. നമുക്ക് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നെക്കിൻ്റെ മെഷർമെൻറ്റും ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും പിന്നെ ലെങ്ത്തും പിന്നെ ആം ഹോളിൻ്റെ മെഷർമെൻറ്റും ഈ 3 കിട്ടിക്കഴിഞ്ഞാൽ ഈ 4 മെഷർമെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സൈസിലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള സ്ലീവിന് ഇട്ടിട്ടുള്ള ഈ ഒരു 3 ചെയിനാണ്. അതിലും നമുക്ക് ഓരോ ഹാഫ് ഡി സി വീതം ചെയ്ത് കൊടുക്കാം. 3 ഹാഫ് ഡി സി നമ്മൾ എക്സ്ട്രാ ചെയ്യും കേട്ടോ. ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിലും നമ്മൾ ഓരോ ഹാഫ് ഡി സി ചെയ്യുക. ഇനി വീണ്ടും നമ്മൾ എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ഇവിടെ എത്തുമ്പോഴും അങ്ങനെ ഇവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ ഹാഫ് ഡി സി ചെയ്യുക. ഇവിടുന്ന് ഈ 3 ചെയിനിലും ഓരോ ഹാഫ് ഡി സി ചെയ്യുക. പിന്നെ അതുപോലെ ഇവിടെ എത്തുന്നവരെ ഓരോ ഹാഫ് ഡി സി ചെയ്യുക. എന്നിട്ട് ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹാഫ് ഡി സി ചെയ്യുക. ഇത് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, താഴത്തേക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഈ ഒരു സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. ഈ ഒരു സെയിം പാറ്റേൺ പിന്നെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ നമ്മൾ സെയിം ഇങ്ങനെ ഈ ഓരോ റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ബാക്ക് ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുക. ഇവിടെ എത്തിയതിന് ശേഷം ലാസ്റ്റ് ചെയിനിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്യുക. വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഇനി നമുക്കൊരു 10 റൗണ്ടൊക്കെ 7ഓ 8ഓ റൗണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് മെഷർമെൻറ്റ് കിട്ടിയോ നോക്കുക. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം.
അപ്പോൾ ഞാനിവിടെ കുറച്ച് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൗണ്ട് എത്ര ചെയ്തതെന്ന് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എത്രയാണോ നമുക്ക് മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ 7 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കൊരു 7.5 ഇഞ്ച് 8 ഇഞ്ച് മതി ലെങ്ത്ത്. എന്ന് വെച്ചാൽ ന്യൂ ബോൺ ആയതുകൊണ്ട് ഇപ്പം അവർ പ്രസവിച്ച ആ ഒരു ടൈമിൽ അവർക്ക് ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് ബോർഡർ പോലെ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡി സി ചെയ്യുക. ലാസ്റ്റ് സ്റ്റിച്ചിലും ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ചെയിൻ 1 ചെയ്യുക. നമ്മൾ വർക്ക് ഈ ഒരു ഭാഗത്തേക്ക് ടേൺ ചെയ്യുക കേട്ടോ. എവിടെയാണോ നമ്മൾ ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്, ചിലപ്പോൾ ഈ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റേ ഭാഗത്തോ ഏതായാലും കുഴപ്പമില്ല, 2 ഭാഗത്തും നമുക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്താണ് ഈ ഭാഗത്തുനിന്ന് മുകളിലേക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അവിടുന്ന് നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കാം. ഒരു പിന്നെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് ഓരോ സ്റ്റിച്ചിലും ഇങ്ങനെ ഓരോ റൗണ്ടിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്താൽ മതി. ഓരോ ഹാഫ് ഡി സി ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഹാഫ് ഡി സിൻ്റെ ആ ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് ആ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ മെഷർമെൻറ്റ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നെക്കിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ട് ആണല്ലോ എടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഡിഫറെൻ്റ് ആയി വരും കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും കസ്റ്റമറിനോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ അവരുടെ നെക്കിൻ്റെ മെഷർമെൻറ്റ് അതുപോലെ മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ് എടുത്ത് ചെയ്യുന്നതാവും ഏറ്റവും ബെറ്റർ. എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ഈ ഒരു തുന്നി ഉണ്ടാക്കുന്നതായതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഡിഫറെൻറ്റ് വന്നിക്കുകയാണെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുക. എന്നിട്ട് അതുപോലെ ഓരോ സ്റ്റെപ്പും നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റാണോ, ആ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. എപ്പോഴും ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ആം ഹോൾ ജോയിൻ ചെയ്യുക. ആം ഹോൾ ജോയിൻ ചെയ്താൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഒന്നും ഇൻക്രീസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പെർഫെക്ഷൻ എല്ലാം കിട്ടും. പിന്നെ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ആദ്യം വീഡിയോസ് നല്ലോണം വാച്ച് ചെയ്യുക. എന്നിട്ട് ഏതൊക്കെ സ്റ്റിച്ചസ് ആണെന്നൊക്കെ നോട്ട് എഴുതി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് റൗണ്ട് ചെയ്യുക, ഫസ്റ്റ് റൗണ്ട് എഴുതി വെക്കുക. അതിന് ശേഷം ഫസ്റ്റ് റൗണ്ട് ചെയ്യുക. അതിന് ശേഷം മാത്രം നിങ്ങൾ സെക്കൻഡ് റൗണ്ട് ചെയ്യുക. അങ്ങനെ എഴുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഭാഗത്തൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നു പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് ഈ ഒരു അറ്റം വരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ലാസ്റ്റ് ആ ഒരു ചെയിനുണ്ടല്ലോ, ആ ചെയിനിൽ നിങ്ങൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം കേട്ടോ. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇത് നമ്മൾ നല്ല ഭാഗത്താണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ബാക്ക് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ചിലപ്പം ഫ്രണ്ടും ബാക്കും ഒക്കെ ആവും. അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ഭാഗത്ത് നമ്മൾ പിന്നെ ബട്ടൺസ് വെക്കുന്ന ഭാഗത്ത് ചെയ്യുക, മറ്റേ ഭാഗത്ത് ബട്ടൺസ് ഇല്ലാത്ത ഭാഗവും പ്ലെയിൻ ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബട്ടൺ ഹോൾ വെക്കുന്ന ഭാഗത്ത് മാത്രം നമുക്ക് ബട്ടൺ ഹോൾ ഒന്ന് അറ്റാച്ച് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ എൻഡ് വരെ ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇനി നമ്മൾ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. 1 സെയിം തന്നെ 2 ചെയ്യുക. അങ്ങനെ 3 എണ്ണം ഒരു സ്റ്റിച്ചിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ വർക്ക് ഇങ്ങോട്ട് ബാക്ക് സൈഡിലേക്കായി ടേൺ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ബാക്ക് സൈഡിൽ ഈ ഒരു സൈഡിലേക്ക് അടിഭാഗത്തേക്ക് നമുക്ക് നമ്മളെ വർക്ക് ബാക്കിലേക്കല്ല അടിഭാഗത്തേക്ക് നമ്മളെ വർക്ക് ടേൺ ആയിട്ട് വന്നിട്ടുണ്ട്. 3 സിംഗിൾ ക്രോഷ്യാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ചിൽ ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് നിങ്ങൾക്ക് ഹാഫ് ഡി സി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഡി സി വെച്ചിട്ടാണ് ചെയ്യുന്നത്. താഴത്തെ റൗണ്ട് ഡി സി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് ഹാഫ് ഡി സി ആയതുകൊണ്ട് ഹാഫ് ഡി സി വെച്ചിട്ട് തന്നെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് പിന്നെ ചെയ്തപ്പോൾ മാറിപ്പോയതാണ് സത്യം പറയാലോ. അപ്പോൾ നമുക്കിങ്ങനെ ഡി സി വെച്ചിട്ട് തന്നെ ഞാനിവിടെ ചെയ്തത്. നിങ്ങൾ ഇതുവരെ ചെയ്തത് ഹാഫ് ഡി സി ആയതുകൊണ്ട് നിങ്ങൾ ഹാഫ് ഡി സി വെച്ചിട്ട് തന്നെ ഈ ഒരു ബാക്ക് സൈഡിൽ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു എൻഡ് എത്തുന്നവരെ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി, ഞാൻ ചെയ്യുന്നത് ഡി സി ആണ്, നിങ്ങൾ ഹാഫ് ഡി സി ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുഴപ്പമില്ല, ഹാഫ് ഡി സി ആയാലും ഡി സി ആയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് റോ ആണ് അത്. പിന്നെ നമ്മൾ
ലെങ്ത്തിന് വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ലെങ്ത്ത് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ DC ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു എൻഡ് എത്തുന്ന വരെ ഹാഫ് DC ആണെങ്കിൽ ഹാഫ് DC ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടുന്ന് ഇതെങ്ങനെ ഓരോ ചെയിനിലും ഓരോ DC എന്നുള്ള പാറ്റേൺ ചെയ്തു. നിങ്ങൾ ഹാഫ് DC ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ചെയിനിലും നമുക്ക് ഒരു DC ചെയ്ത് കൊടുക്കാം കേട്ടോ. DC ചെയ്യുക. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിങ്ങോട്ട് ഓരോ ചെയിനിലും ഓരോ പിന്നെ ഈ ഭാഗത്താണ് ശരിക്കും നമുക്ക് ഇത് വെക്കേണ്ടത്, ബട്ടൺ ഹോൾ വെക്കേണ്ടത്. പക്ഷെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഭാഗത്തേക്കാണ് ഇനി ബട്ടൺ ഹോൾ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്ത് വെക്കണം കേട്ടോ ബട്ടൺ ഹോൾ വെക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഇതാണ്ട് നമ്മൾ ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഫുൾ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേണ്ടിയ കസ്റ്റമർ ആയതുകൊണ്ട് ഞാൻ പിന്നെ റിമൂവ് ചെയ്യാതെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ബട്ടണാണോ വെക്കുന്നത് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാനിവിടെ 4 ബട്ടണാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നിങ്ങൾ എത്ര ബട്ടണാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ചസ് 4 ഭാഗമാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 സ്റ്റിച്ച് ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ നിങ്ങൾ ഈ സൈഡിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ചസിൽ ഇങ്ങനെ ഗ്യാപ്പ് വരാൻ പാടില്ല. നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ഈ ഒരു സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഒരു സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു സ്റ്റിച്ച് റിമൂവ് ചെയ്യാം. ഒരു 6 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയിൻ 2 ചെയ്തെടുക്കുന്നുണ്ട്. ചെയിൻ 1 ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഹോള് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ റിമൂവ് ചെയ്തിട്ട് ചെയിൻ 2 ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെയിൻ 2 ചെയ്യുക. ചെയിൻ 2 ചെയ്തിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഹോള് ബട്ടൺ ഇടാനുള്ള ഹോള് കിട്ടും. വീണ്ടും നമുക്ക് 1 2 3 4 5 5 സ്റ്റിച്ച് ചെയ്തു. 5 സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെയിൻ 2 ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു സ്കിപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ചെയിൻ ഇങ്ങനെ നോക്കുക, കുറച്ചൊരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും 5 സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 4 ബട്ടൺ ഹോൾസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ലെങ്ത്തിനും ഒക്കെ അനുസരിച്ചിട്ട് ബട്ടണിൻ്റെ ചേഞ്ച് ഉണ്ടാവും. നമ്മൾ ചെറിയ ന്യൂ ബോൺ ബേബിക്ക് ആയതുകൊണ്ട് ചെറിയ സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ബട്ടൺ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം നമ്മളുള്ള ഇതിൻ്റെ 4 പോർഷൻ ആക്കിയിട്ട് എടുത്തിട്ട് നമ്മളത് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടൺ എടുക്കുമ്പോൾ നമ്മൾ ചെയിൻ 2 ചെയ്യുക. പിന്നെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 4 ബട്ടണാണ് എടുക്കുന്നത്. നിങ്ങൾ എത്ര ബട്ടണാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഇങ്ങനെ വെച്ച് നോക്കുക കേട്ടോ ഏതൊക്കെ ഭാഗത്താണ്. എന്നിട്ട് അവിടെ അങ്ങനെ ഒരു സ്റ്റിച്ച് മാർക്കറൊക്കെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഭാഗത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിഗ്നേഴ്സ് ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഓരോ സ്റ്റിച്ചസും എത്ര എണ്ണം വേണമെന്ന് വെച്ചിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ട് വേണം. എത്ര ബട്ടണാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു ബട്ടൺ വേണം. അപ്പോൾ ഇവിടേക്ക് ഒരു 2 ചെയിൻ ചെയ്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഇവിടെ നമ്മൾ 4 ബട്ടൺ ഹോളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. 4 ബട്ടൺ ഹോൾ റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നമ്മൾ ഈ ബട്ടൺ ഹോൾ വെച്ചിട്ടുണ്ടല്ലോ, ആ ബട്ടൺ ഹോൾ വെച്ചിട്ടുള്ള ആ ഹോളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ടുള്ള ആ ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വലിയ ബട്ടണൊക്കെ ആണെങ്കിൽ നിങ്ങൾ 3 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യണം, ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഞാൻ ചെറിയ നമ്മുടെ സാധാ ഷർട്ടിൻ്റെ ഒക്കെ ബട്ടണാണ് വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഇനി അടുത്ത ആ ബട്ടൺ ഹോളിൽ എത്തുന്നവരെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ആ ബട്ടൺ ഹോളിൽ എത്തുമ്പോൾ നമുക്ക് 2 ചെയിൻ സ്റ്റിച്ചല്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ അവിടെ നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ വലിയ ബട്ടൺ ആണെങ്കിൽ 4 ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെൻറ്ററിൽ ഞാനിപ്പോൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആ സെൻറ്ററിൽ 4 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ ഹോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് 2 ബട്ടൺ ഹോൾ കിട്ടി. സ്റ്റാർട്ടിങ്ങിൽ ഒരു ബട്ടണിൻ്റെ ഹോള് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ ഒരു ബട്ടൺ ഹോൾ കിട്ടി. ഇനി അടുത്ത ബട്ടൺ ഹോളിൻ്റെ ആ ഗ്യാപ്പ് എത്തുന്ന വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക.
ആ ഒരു അടുത്ത ബട്ടൺ ഹോളിൽ. ഇപ്പോൾ നമ്മൾ 2 ചെയിനാണ് സ്കിപ്പ് ചെയ്തതുകൊണ്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നു. നിങ്ങൾ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 3 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 4 ചെയിനാണെങ്കിൽ 4 സിംഗിൾ ക്രോഷേ സെൻറ്ററിൽ ചെയ്യുക. നമ്മൾ എടുക്കുന്ന ബട്ടൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ ഹോളും വലുതാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ബട്ടൺ അതിൽ കയറാൻ ബുദ്ധിമുട്ടാവും. അപ്പം ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുള്ളൂ വെച്ചിട്ട് ഞാൻ ചെറിയ ബട്ടണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബട്ടൺ നോക്കിയിട്ട് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബിഗിനേഴ്സിന് കൺഫ്യൂഷൻ വരുന്ന ചെറിയ ഭാഗങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അല്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 ബട്ടൺ ഹോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന ചെയിനിലൊക്കെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എൻഡ് എത്തുന്നവരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ലാസ്റ്റ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ചെയിൻ 1 ചെയ്യുക, നമ്മൾ യാണ് കട്ട് ചെയ്യുക. യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു യാണ് ഉള്ളിലേക്കും ബാക്കിലേക്കും ഒക്കെ ആയിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ചെയിൻ ഇട്ടിട്ട് ബാക്കി ഒരു നോട്ട് പോലെ ചെയ്യുക. എന്നിട്ട് ബാക്ക് സൈഡിലേക്ക് നോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കണം, ബോറായിട്ട് ഇങ്ങനെ യാണ് കാണരുത്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കറക്റ്റാണോ നോക്കിയിട്ട് വേണം ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഏതെങ്കിലും ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ടൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 ചെയിൻ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഈ ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ബട്ടൺ ഹോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ബാലൻസ് വരുന്ന ഈ തൂങ്ങിക്കിടക്കുന്ന യാൺസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ അപ്പുറത്തെ ഭാഗത്താണ് ബട്ടൺ ഹോൾ വെക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഭാഗത്തേക്ക് ബട്ടൺ ഹോൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 4 ബട്ടണിൻ്റെ ഹോളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് 4 ബട്ടൺസും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് 4 ബട്ടൺസ് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സാധാ സൂചി നൂല് കൊടുത്തിട്ട് ഒന്നിങ്ങനെ അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതൊന്നും ഞാൻ ഇനി വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. ഫുൾ സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവ് യൂസ് ചെയ്യാം. നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഹാഫ് സ്ലീവ് മതി എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു താഴെ ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ വെച്ചിട്ട് താഴെ ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് കുറച്ച് ടൈലൻ്റെ അധികം എടുത്തിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഈ ഒരു ഭാഗം പ്രസ് ചെയ്ത് പിടിക്കുക, യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് ചെയിൻ 1 2 ചെയിൻ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ബാക്ക് ലൂപ്പ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഹാഫ് DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്ലീവ് നമുക്ക് ഏത് ടൈപ്പിലും വേണം ചെയ്യുക. ഈ ഒരു ഇത് നമുക്ക് ടോപ്പൊക്കെ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുക. അതെല്ലാം നമുക്ക് ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഹാഫ് സ്ലീവ് യൂസ് ചെയ്യുക. അതെല്ലാം നമുക്ക് ഫുൾ സ്ലീവ് ആണെങ്കിൽ ഫുൾ സ്ലീവ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കസ്റ്റമർ ഹാഫ് സ്ലീവ് ആയെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഹാഫ് സ്ലീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ളതിൽ നമുക്ക് ചുറ്റും ചെയ്ത് കൊടുത്താൽ മതി. കൺഫ്യൂഷൻ ഒന്നും വരേണ്ട ആവശ്യമില്ല. നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ സ്റ്റിച്ചിൻ്റെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണും. അതിൽ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ഉണ്ടാവും. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചുറ്റിലും ഈ ഒരു സെയിം പാറ്റേൺ ഹാഫ് DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ നേരെ ചെയ്തു. ഇതിങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ചുറ്റിലാണ് ഹാഫ് DC ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. നോക്കിയിട്ട് നമുക്കിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ 0 to 3 months 3 months ഇല്ല, ന്യൂ ബോൺ സൈസാണ്. 7 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റ് നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക. ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ സെയിം ആണ്. അപ്പോൾ ഇതുവരെ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റിലും ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC ഇങ്ങനെ ചെയ്തു. ഇനി ഫസ്റ്റ് ചെയ്ത ആ 2 ചെയിനിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ചെയിൻ 1 2 ചെയിൻ ചെയ്യുക. നമ്മൾ വർക്ക് ടേൺ ചെയ്യുക.
നേരത്തെ നമ്മൾ ഫ്രണ്ട് നല്ല ഭാഗത്തേക്കാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വർക്ക് വെച്ചിട്ട് ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കണേ, അപ്പോഴേ നമ്മൾ ആ പാറ്റേൺ കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു റോങ് സൈഡ് ഇങ്ങനെ ഇതുവരെ പുറത്തേക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് ചെയ്തത്. ഇവിടെ നമ്മൾ തിരിച്ച് വെച്ചിട്ടാണ് ബാക്ക് സൈഡ് ഇങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡിസി എന്നുള്ള ചെയ്യുന്നത്. ഒരു റൗണ്ട് അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ 2 ചെയ്തിട്ട് ഒരു റൗണ്ട് ഇങ്ങനെയും ചെയ്യുക. അങ്ങനെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് റൗണ്ടും ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ഫസ്റ്റ് ചെയ്ത ചെയിൻ 2ൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ 2ൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചും കൂടി നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതാ ഈ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ചെയിൻ 2 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി നമ്മൾ നല്ല ഭാഗത്താണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ബാക്ക് സൈഡിലേക്കാണ് ചെയ്തത്. ചെയിൻ 2 ചെയ്ത് വർക്ക് ടേൺ ചെയ്തിട്ട് നല്ല ഭാഗത്തേക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 2 റൗണ്ട് ചെയ്തു. അപ്പോൾ എത്രയാണോ മെഷർമെൻറ്റ് ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു റൗണ്ട് ഇങ്ങനെ നല്ല ഭാഗത്തേക്ക് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണേ. ഏത് റൗണ്ട് ചെയ്യുകയാണെങ്കിലും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡിസൈൻ ചെയ്യുക. പിന്നെ നമ്മൾ ആ ചെയിൻ 2 ചെയ്ത ആ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ വർക്ക് ടേൺ ചെയ്യുക, വർക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളിങ്ങനെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ സ്ലീവ് ഇങ്ങോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് റൗണ്ട് ഈ റൗണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 2 ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. നമ്മൾ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മെഷർമെൻറ്റ് കിട്ടുന്നവരെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്ത് യാണ് ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കുണ്ടല്ലോ ഇതാ ഈ ഒരു യാണിനെ ഇങ്ങനെ ആദ്യം ബാക്ക് സൈഡിലേക്ക് എടുക്കുക. പിന്നെ അതിനെ ഫ്രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ ഫ്രണ്ട് സൈഡിലേക്ക് എടുക്കുക. വീണ്ടും നമുക്ക് ബാക്ക് സൈഡിലേക്ക് എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു നോട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നമ്മൾ ചെയിൻ കട്ട് ചെയ്യുമ്പോൾ അതങ്ങനെ ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നോട്ട് ഇട്ട് കൊടുത്തിട്ട് 1 2 3 നോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 സ്ലീവ് ഇതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്ലീവാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ സ്ലീവ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക. ഈ ഒരു ഭാഗത്തും ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്ലീവിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വർക്ക് ഉള്ളത്. നമ്മൾ ക്യൂട്ടായിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് ഹാഫ് ഡി സി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇതാണ്. ഇത് നമ്മളെ ബാക്ക് സൈഡാണ്, ഇത് നമ്മളെ ഫ്രണ്ട് സൈഡാണ്. ഫ്രണ്ട് സൈഡിൽ നമ്മൾ 4 ബട്ടൺസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കിതാ 8 ഇഞ്ചിൻ്റെ അടുത്ത് വരും. നമുക്ക് 7.5 ഇഞ്ച് 8 ഇഞ്ചാണ് 8 ഇഞ്ച് ആണ് നമ്മൾ എടുക്കുന്നത്. 8 ഇഞ്ച് നമുക്ക് നമ്മളെ ലെങ്ത്ത് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ വിഡ്ത്ത് വന്നത് 7 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ചാണ് വരുന്നത്. ഇതാണ് ന്യൂ ബോൺ സൈസിൻ്റെ ഇത് കറക്റ്റായിട്ടുള്ള സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓരോ കമൻറ്റും വിലപ്പെട്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് കൂടുതൽ വീഡിയോസ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം. അതുപോലെ നമ്മളെ ക്രോഷ്യ പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മളെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.